വീടിന്റെ അകത്തിരുന്ന് തന്നെ കുറെ കാക്കകൾ ഫുഡ് കഴിക്കാൻ വരുന്നത് വീഡിയോ എടുക്കാന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ഉമ്മിച്ചി എന്നെ പുറത്തേക്ക് വിളിച്ചിറക്കുന്നത്. ഉച്ചയ്ക്ക് 2 മണി എന്ന് പറഞ്ഞൊരു സമയം ഉണ്ടെങ്കിലേ ഉമ്മിച്ചിനെയും കാത്ത് കുറെ അധികം കാക്കകളും പൂച്ചകളൊക്കെ വീട്ടിലേക്ക് എത്തും കേട്ടോ. ഈ പതിവ് ഇപ്പൊ തെറ്റിയാല് ഉമ്മിച്ചി ഫുഡ് കഴിക്കാത്ത ഒരു എഫക്റ്റ് ആണ് കേട്ടോ ഉമ്മിച്ചിക്കുള്ളത്. പൂച്ചകളുടെ സെക്ഷൻ കഴിഞ്ഞിട്ടുണ്ട്, കാക്കകൾ അവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. നമ്മളും കൂടി അവിടെ നിന്ന് മാറി അവരിനി അവരുടെ ഷാപ്പാട് അകത്താക്കിക്കോളൂ കേട്ടോ. ഞങ്ങൾ ആ സമയത്ത് വീട്ടിൽ തന്നെ ഉണ്ടായ കൊക്കോ കായൊക്കെ പറിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു. ഹംനദ ഒരു വലിയ കലാകാരിയായിട്ട് ഇവിടെ മാറുന്നുണ്ട്. ഹയാസിന്റെ കയ്യിൽ നിന്ന് എവിടെ നോക്കിയിട്ട് ഒരു നുറുങ്ങ് കഷ്ണം ക്രയോൺസും കൊണ്ടാണ് കേട്ടോ ഈ കലാവിരുത് ഇവിടെ കാണിച്ചു കൂട്ടുന്നത്. ഹയാസിന് മിഡ് മിക്സ് നടക്കുന്നതുകൊണ്ട് ഞാൻ ബുക്കൊക്കെ ആയിട്ടാണ് കേട്ടോ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ വൈകിട്ടായപ്പോ ഞങ്ങൾ ചായ കുടിക്കാനിരിക്കാണ് കേട്ടോ. അപ്പൊ ചായയും ഉണ്ണിയപ്പം കൂടിയാണ് ഇന്ന് കഴിക്കാനുള്ളത്. വീട്ടിലെത്തിയാൽ ഹംനയുടെ ഫുഡ് ഡിസീറ്റ് ചെയ്ത് ഉമ്മിച്ചിയുടെ മടിത്തട്ടാണ് കേട്ടോ ഹയാസ് ആർന്ന് ഇവിടെ ഇരുന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ അവന് പ്രൊമോഷൻ കിട്ടി, അവനിക്ക് ഒരു ചേഞ്ച് വന്നിട്ടുണ്ട്. പിന്നെ ഒരു 5:30 ആയപ്പോഴേക്കും ഞങ്ങൾ നേരെ ആലുവ പാർക്കിലേക്കാണ് കേട്ടോ വന്നത്. ഹയാസ് സ്കേറ്റ് ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ് ഇങ്ങോട്ടേക്ക് വന്നേക്കുന്നത്. മുൻപൊക്കെ നമ്മൾ ഇവിടെ വന്ന സമയത്ത് ഈ ഒരു സ്കേറ്റിംഗ് ട്രാക്ക് ഹയാസ് മനസ്സിൽ ഉറപ്പിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ സ്കൂളിൽ ഹയാസ് സ്കേറ്റിംഗ് പഠിക്കുന്നുണ്ട് കേട്ടോ. പഠിക്കുന്നു പറഞ്ഞപ്പോഴേക്കും ഒരു വീഴ്ച വീണിട്ടുണ്ട്. എന്തായാലും കാര്യമായ പരിക്കുകളൊന്നും പറ്റിയിട്ടില്ല. ഹയാസ് അവിടെ സ്കേറ്റ് ചെയ്യുന്ന സമയം കൊണ്ട് ഹംനാനെയും കൊണ്ട് അവിടുത്തെ പാർക്കിൽ കുറച്ച് നേരമൊക്കെ ഒന്ന് കളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഹംനാക്ക് കളിക്കാൻ പറ്റിയ സാധനങ്ങൾ ഇവിടെ വളരെ കുറവാണ്. ഹംനാനെ കളിപ്പിച്ച് വന്നപ്പോഴേക്കും ഹയാസിന്റെ സ്കേറ്റിംഗും ഇവിടെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഞങ്ങളെ കൊണ്ട് ഞങ്ങളുടെ മക്കൾക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ഇതൊക്കെയാണ് കേട്ടോ. അവരുടെ സന്തോഷം കാണുന്നതാണല്ലോ നമുക്ക് ഏറ്റവും വലുത്. സ്കേറ്റ് ചെയ്ത സന്തോഷത്തിൽ ഹയാസിന് ഇഷ്ടപ്പെട്ട ഫ്ലേവറിലുള്ള ഐസ്ക്രീം ഇക്കാക്ക് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സ്പൈറൽ പൊട്ടറ്റോ ഞാനാണ് കേട്ടോ വാങ്ങിച്ചു കൊടുത്തത് അവനിക്ക് മാത്രമല്ല എല്ലാവർക്കും കൂടി ഈ ഒരെണ്ണം മാത്രമാണ് കേട്ടോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ ഷെയർ ചെയ്തൊക്കെ കഴിച്ചു. അങ്ങനെ ഹാപ്പി ആയിട്ട് ഇനി വീട്ടിലേക്ക് പോവാണ്. നമുക്ക് അടുത്ത വീഡിയോ കാണാം. ടാറ്റാ ബൈ ബൈ.